ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് ഇടുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലെയറേജിൻ്റെ പ്രൈസ് പ്രെഡിക്ഷനാണ്. അപ്പോൾ ഈ ഒരു ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസമാണ്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ലെയറേജിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി എന്താണ് ബിൽഡ് ചെയ്യുന്നത്? അവർ ബിറ്റ്കോയിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ടു സ്പേസ് ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ 3 ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സീറോ നോളജ് പ്രൂഫ് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ BitVM എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ബിറ്റ്കോയിൻ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന രീതിയിലാണ് 3 ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബിറ്റ്കോയിൻ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ രണ്ടാമത്തെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കാണ് യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ മേജറായിട്ടും ഡെവലപ്പേഴ്സിനാണ് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആവുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു ഡീസെൻട്രലൈസ് ആപ്പിനൊക്കെ ഒരു ബിറ്റ്കോയിൻ ലെയറിലാണ് അത് വരുന്നത്, ഇല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലാണ് വരുന്നതെങ്കിൽ ഇത് അവർ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മളായിട്ടുള്ള യൂസേഴ്സിനും ഇതൊരു ഫാസ്റ്ററും ചീപ്പറും ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാവും. അതേപോലെ തന്നെ അടുത്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ് ലെയറേജ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഈ ഒരു ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് റൂമേഴ്സ് നടക്കുന്നത്, ഇല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്നത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ഇന്ത്യക്കാരായാലും ഈ ഒരു പ്രൊജക്റ്റിന് നല്ല രീതിയിൽ തന്നെ ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത് ഞാനിവിടെ നോക്കാൻ പോകുന്നത് ലെയറേജിന് അതേപോലെ തന്നെ ഇങ്ങനെ ലെയർ ടു സ്പേസ് ഇല്ലെങ്കിൽ ഒരു SK റോളപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള റീസെൻ്റ്ലി വന്നിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പാണ്. അപ്പോൾ എന്താണ് SK റോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ SK റോൾ എന്ന് പറഞ്ഞാൽ 100 ഓഫ് ട്രാൻസാക്ഷൻ ഇൻ എ ടൈം, ഇല്ലെങ്കിൽ ഇൻ എ മിനിറ്റ്, ഇല്ലെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ പറയില്ല. ഒരുപാട് ട്രാൻസാക്ഷൻ ഒരു സമയത്ത് തന്നെ നടത്താൻ പറ്റണം. അത് സ്മൂത്തായിട്ട് നടത്താൻ പറ്റണം, ഫാസ്റ്ററായിട്ട് നടത്താൻ പറ്റണം, സെക്യൂർ ആയിട്ട് നടത്താൻ പറ്റണം. അപ്പോൾ അങ്ങനെ ബിറ്റ്കോയിനിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷനും നമുക്ക് എന്താണ് ഈ ഒരു SK റോളപ്പ് വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നോളജിനെയാണ് പറയുന്നത് SK റോളപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു SK റോളപ്പ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ ഒരുപാട് ആൾറെഡി തന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അവർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് SK റോളപ്പ് തന്നെയാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 119 മില്യൺ ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മാർക്കറ്റ് ക്യാപ്പിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ബിറ്റ്കോയിൻ ലെയർ 2 ആണ്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് സന്തോഷ് VM അല്ലെങ്കിൽ സാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അവർ 21 മില്യൺ വരെ ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള പ്രൊജക്റ്റിനൊക്കെ ഇങ്ങനൊരു മാർക്കറ്റ് ക്യാപ്പ് കാണുമ്പോൾ വളരെ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ ലെയറേജ് വരട്ടെ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലെയറേജിൻ്റെ ടോക്കണോമിക്സ് കാണാം. അതേപോലെ തന്നെ ഇത് എപ്പോഴാണ് TG അൺലോക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടോക്കണോമിക്സ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ കോർ കോൺട്രിബ്യൂട്ടേഴ്സ്ക്ക് 22%, ഫൗണ്ടേഷന് 12%, അതേപോലെ തന്നെ എക്കോസിസ്റ്റം ആൻഡ് R&Dക്ക് 15%, കമ്മ്യൂണിറ്റി 2 എന്ന് പറഞ്ഞിട്ട് 17%, അതേപോലെ തന്നെ പ്രീസീഡ് എന്ന് പറഞ്ഞിട്ട് 5%, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി 1 TG അൺലോക്ക് എന്ന് പറഞ്ഞിട്ട് 24%, കമ്മ്യൂണിറ്റി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് 5% ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീസീഡ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൗണ്ടൊക്കെ ആയിട്ട് അത് വെസ്റ്റിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് ഒരു ലിക്വിഡിറ്റി കൊടുക്കാനായിരിക്കാം എന്നുള്ളൊരു കണക്കാക്കലാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി 1 TG അൺലോക്ക് ചെയ്യുന്നത് 24% ആണെന്ന് നമുക്ക് കാണാൻ പറ്റി. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ അതേപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയ് 30, 2025, അതേപോലെ തന്നെ മെയ് 31, 2025 ഇത്രത്തോളം 50 മില്യൺ എഡ്ജൻ ടോക്കണും, അതായത് ലെയറേജിൻ്റെ ടോക്കണും, അതേപോലെ തന്നെ 240 മില്യൺ ലെയറേജിൻ്റെ ടോക്കൺ അവർ എന്ത് ചെയ്യുന്നുണ്ട്, TG അൺലോക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് ആവാൻ സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ടോട്ടലായിട്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ വരുന്നത് 240 മില്യൺ സംതിങ് ആണ് നമുക്ക് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ അടുത്ത കാര്യം നോക്കാൻ പോകുന്നത് പല മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് ഇല്ലെങ്കിൽ റീസെൻറ്റ് പ്രൊജക്റ്റുകളിലൊക്കെ ഒരുപാട് വളരെയധികം കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പാണ്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് SK റോളപ്പും അതേപോലെ തന്നെ ലെയർ 2 സ്പേസിൽ ബിറ്റ്കോയിനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ക്യാപ്പ് കിട്ടുന്ന വെക്കാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഒരു 240 മില്യൺ ടോക്കൺസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു ടോക്കൺ പ്രൈസ് വരാൻ പോകുന്നത് 0.0208 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂലാണ്. അതേപോലെ തന്നെ 10 മില്യണിലാണെങ്കിൽ 240 മില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ വില വരാൻ പോകുന്നത് $0.0417 ആണ്. അതേപോലെ തന്നെ 15 മില്യൺ ആണെങ്കിൽ 0.0625 ആണ്. അതേപോലെ തന്നെ 20 മില്യൺ ആണെങ്കിൽ 0.0833 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോളറിലായിരിക്കാം. അപ്പോൾ 25 മില്യൺ ആണെങ്കിൽ 0.
0.1042 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കാം. അപ്പം ഞാനിവിടെ മെയിനായിട്ട് കണക്ക് ചെയ്യുന്നത് 25 മില്യൺ എങ്കിലും ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിന് വരണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പിലാണ് ഈ ഒരു ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വരിക എന്നുള്ളൊരു കാര്യം കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ കൂടുതൽ ആൾക്കാരും വളരെയധികം കുറവ് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എന്താണെന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് റീസെൻറ്റ് എല്ലാം വളരെയധികം ഡിസപ്പോയിൻമെൻറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ഒരു 10 to 25 മില്യൻ്റെ ഉള്ളത് എന്തായാലും വരട്ടെ. അങ്ങനെ വന്നാൽ തന്നെ 0.0417 എന്ന് പറയുന്ന വാല്യൂ ടു 0.1042 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വളരെ നല്ലൊരു വാല്യൂ ആണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മളവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് എത്രത്തോളം ടോക്കൺ അലോക്കേഷൻ കിട്ടും, ഇല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും. ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 മില്യൺ ലെയറേജിൻ്റെ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 ടോക്കൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ഞാനിവിടെ ഒരു മാക്സിമം ആയിട്ട് 25 മില്യൻ്റെ മാർക്കറ്റ് ക്യാപ്പാണ് എടുക്കുന്നത്. 0.1042 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കാൽക്കുലേറ്ററിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു 25 മില്യൺ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 1 മില്യൺ ലെയറേജ് പോയിൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആൾക്ക് ഒരു 1000 ടോക്കൺസ് കിട്ടിയെന്ന് പറഞ്ഞാൽ 0. അതേപോലെ തന്നെ 1042 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂലാണെങ്കിൽ നമുക്ക് $104 ആയിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ വളരെ നല്ല ഒരു വാല്യൂ തന്നെയാണ് ഈ ഒരു $104 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ. അതിൽ നിങ്ങൾ ചെറുതായിട്ടൊരു ഗ്യാസ് ഫീ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഒരു ഇന്ത്യൻ റുപ്പിയിൽ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു 8,000-7,000 രൂപയായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതിൽ മേ ബി തെറ്റുണ്ടാവാം. പ്രൈസ് പ്രഡിക്ഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മേ ബി ഇത് നല്ല പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ, ഇല്ലെങ്കിൽ മേ ബി നല്ലൊരു നെഗറ്റീവായി കിട്ടട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് എത്രത്തോളം മില്യൺ പോയിൻറ്റ്സ് ആണ് ലെയറേജിലുള്ളത്, അതിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ നിന്നാണ് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ എല്ലാവർക്കും 180 രൂപ ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ മേ ബി ഇന്നോ നാളെ ആയിട്ട് ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് എന്താണ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ ഇത് ഓപ്പൺ ചെയ്യുക. നേരെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ UPI കൊടുക്കേണ്ടി വരും. അങ്ങനെ UPI കൊടുത്താൽ നിങ്ങൾ ഒരു വെബ്സൈറ്റിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വെബ്സൈറ്റിലൊന്നും അല്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് UPI എവിടെ നിന്ന് കിട്ടും, നമ്മുടെ ഗൂഗിൾ പേ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ UPI ID നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ UPI ID നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു, എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. നമുക്ക് താഴെ ഒരു റോബോട്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൊടുക്കുക. എന്നിട്ട് നേരെ സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതിൽ KYC കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏഞ്ചൽ വൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഗൂഗിൾ പേയിൽ പോയിട്ട് എൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഇതൊക്കെ കയറി വെറുതെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് ആൾറെഡി തന്നെ ഏഞ്ചൽ വൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന 170 രൂപ കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് 180 രൂപ, എനിക്ക് 170 രൂപ കയറും. അപ്പോൾ വളരെയധികം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ അപ്സ്റ്റോക്സിൻ്റെ ഇങ്ങനെ ഒരു ലിങ്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറുക. ഇന്നോ നാളെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഓഫേഴ്സൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക.